നമസ്കാരം. പാകിസ്ഥാന്റെ ആർമി മീഡിയ വിങ്ങായ DGISPRന് വേണ്ടിയിട്ട് ജനറൽ അഹമ്മദ് ഷരീഫ് ചൗധരി ഇന്നൊരു വലിയ പ്രഖ്യാപനം നടത്തുകയുണ്ടായി. ഇമ്രാൻഖാൻ ഒരു മനോരോഗിയാണ്. ഇമ്രാൻഖാൻ സ്വന്തം നേട്ടത്തിന് വേണ്ടിയിട്ട് നടത്തുന്ന കപട ശ്രമങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ളൊരു പിന്തുണ ഇന്ത്യയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ലഭിക്കുന്നുണ്ട് എന്ന ഒരു വാദഗതിയുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ് DGISPRന് വേണ്ടിയിട്ട് അഹമ്മദ് ചൗധരി. സത്യത്തിൽ ഇമ്രാൻഖാനെ ഈ രീതിയിൽ കുറ്റപ്പെടുത്തുന്നതിന് ഉപരി ഇമ്രാൻഖാൻ്റെ ജീവന് നേരെയുള്ള ഒരു കടന്നാക്രമണത്തിനാണ് പാകിസ്ഥാൻ സൈന്യം ശ്രമിക്കുന്നത് എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഇമ്രാൻഖാൻ്റെ ജീവന് വേണ്ടിയിട്ടുള്ള മുറവിളി പാകിസ്ഥാൻ്റെ സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതായിട്ട് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് വലിയ രീതിയിലുള്ളൊരു പ്രത്യാഘാതം PTIയുടെ ഭാഗത്തു നിന്നും, ഇമ്രാൻഖാൻ്റെ പാർട്ടിയായ PTIയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര തലത്തിൽ നിന്നും ഇതിനെതിരെ വലിയൊരു നിലപാടുകൾ സ്വീകരിക്കേണ്ട ഒരു സമയമാണ് ഇത്. അല്ലെങ്കിൽ സമാധാനത്തിന് വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആഗ്രഹങ്ങൾ പുറപ്പെടുവിക്കുന്ന ഒരു ഭരണാധിപൻ, അത്തരത്തിലൊരു ഭരണാധിപൻ പാകിസ്ഥാനിൽ ഉണ്ടാകുന്നത് വളരെ വലിയ ബുദ്ധിമുട്ടാണ് പാകിസ്ഥാന്. കാരണം അവിടുത്തെ മതത്തെയും അവിടുത്തെ സൈന്യത്തെയും അവിടുത്തെ ഭീകരവാദ സംഘടനകളെയും ഏതെങ്കിലും തരത്തിലുള്ള ഒരു എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ഒരാൾക്കെതിരെ നിരന്തര യുദ്ധം നടത്തുകയും അവരെ കൊന്നുകളയുകയും ചെയ്യുന്ന ഒരു രീതിയാണ് പാകിസ്ഥാന് മുന്നേയും ഉണ്ടായിരുന്നത്. സുൽഫിക്കർ അലി ഭൂട്ടോയുടെ കാര്യമെടുത്താലും അതിനുശേഷം വന്ന ഇപ്പോൾ നവാസ് ഷെരീഫ് വളരെ കഷ്ടിച്ചാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ എല്ലാ ഒരു കാര്യം, ഇപ്പോൾ ബേനസീർ ഭൂട്ടോയുടെ കാര്യമെടുത്താലും സുൽഫിക്കർ അലി ഭൂട്ടോയുടെ കാര്യമെടുത്താലും എല്ലാം ഏവരുടെ കാര്യമെടുത്താലും അവിടുത്തെ സൈന്യത്തിന് ഏതെങ്കിലും തരത്തിൽ ചെറിയ രീതിയിലെങ്കിലും ഒരു പ്രശ്നമാണെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ ഉന്മൂലനം ചെയ്യുക എന്ന രീതിയാണ് സൈന്യം കുറച്ചധികം നാളുകളായിട്ട്. കാരണം പാകിസ്ഥാൻ സ്വതന്ത്രമായത് മുതൽ പാകിസ്ഥാൻ ഈ രീതിയിലുള്ളൊരു നിലപാടുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പം ഇമ്രാൻഖാൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇമ്രാൻഖാൻ്റെ ജീവന് സത്യത്തിൽ വലിയ ഭീഷണി തന്നെയാണ്. ഇമ്രാൻഖാനെ ആദ്യം കൊല്ലാൻ നോക്കി, പക്ഷേ എന്തോ ഭാഗ്യത്തിന് ഇമ്രാൻഖാൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ അടുത്ത നാളുകളിൽ ഇമ്രാൻഖാൻ കൊല്ലപ്പെട്ടാലും അതിൽ യാതൊരു തരത്തിൽ വലിയൊരു ആശങ്കപ്പെടേണ്ട കാര്യമില്ല. കാരണം അതിനുള്ള നടപടികൾ സൈന്യം ആരംഭിച്ചു എന്ന് വേണം സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇത്തരത്തിലുള്ള നിലപാടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഭാരതത്തിനെതിരെ ഏതെങ്കിലും തരത്തിൽ ഭാരതത്തിന് അനുകൂലമായിട്ടുള്ള, വലിയ രീതിയിലൊരു അനുകൂലമല്ല, എന്നാൽ ഇന്ത്യയുമായുള്ളൊരു യുദ്ധം അധികം വേണ്ട എന്ന തരത്തിലുള്ള ഒരു നിലപാടുകളെടുത്ത ഏതൊരു ഭരണാധികാരിക്കും പാകിസ്ഥാനിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. അയാൾ കൊല്ലപ്പെടുമെന്നത് ഏകദേശം ഉറപ്പാണ്. കാരണം അത്തരം ഭരണാധികാരികൾക്കെതിരെ പാകിസ്ഥാനിന് വേണ്ടിയിട്ട് ഒരു കൂട്ടം ചില ആരോപണങ്ങളുണ്ട്. അത്തരം ആരോപണങ്ങളൊക്കെയും അവരാദ്യം നിരത്തുമ്പോൾ റോയെ അവർ പിന്തുണയ്ക്കുന്നുണ്ട്. അത്തരം ഭരണാധിപന്മാർ റോയെ പിന്തുണയ്ക്കുന്നുണ്ട്. ഇന്ത്യയുടെ ഏജൻ്റാണ്, ഇന്ത്യക്ക് വേണ്ടിയിട്ട് ആണ് അവർ നിലകൊള്ളുന്നത് എന്ന തരത്തിൽ വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ഉന്നയിച്ചതിന് ശേഷം ഇവരെ കൊന്നുകളയുകയും ചെയ്യുന്ന ഒരു നിലപാടാണ് പാകിസ്ഥാനിലെ സൈന്യം എല്ലാ കാലത്തും എടുത്തിട്ടുള്ളത്. അതിന് പിന്തുണ കൊടുക്കുന്ന നിലപാടാണ് ഭീകരവാദികളുടെ ഭാഗത്തുനിന്നുണ്ടായത്. എന്തായാലും പാകിസ്ഥാൻ വലിയ സാമ്പത്തികമായ പിന്നോക്കാവസ്ഥ നേരിടുന്ന ഒരു സമയമാണിത്. പാകിസ്ഥാനിൽ സാമ്പത്തികമായ പിന്നോക്കാവസ്ഥ നേരിടുന്നുണ്ടെങ്കിൽ പോലും സൈന്യം എല്ലാ കാലത്തും പാകിസ്ഥാനിൽ സുരക്ഷിതമാണ്. കാരണം സൈന്യത്തിന് സ്വന്തമായി അവിടെ കച്ചവടങ്ങളുണ്ട്, സൈന്യത്തിന് സ്വന്തമായിട്ട് ഒരുപാട് സാമ്പത്തിക മേഖലകൾ സൈന്യത്തിനായി പതിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്നുള്ള ഒരു വലിയ സമ്പാദ്യം സൈന്യത്തിന് ലഭിക്കും. അപ്പോൾ സൈന്യത്തിൻ്റെ ഇത്തരം സമ്പാദ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവിടുത്തെ ജനറൽമാർക്ക് സുഖസുഭിക്ഷമായ ഒരു ജീവിതമാണ് നാളിതുവരെയും ഉള്ള ഒരു ജനറൽമാർ, അവിടുത്തെ സൈനിക മേധാവിമാർ നയിച്ചിരുന്നത്. കാരണം പാകിസ്ഥാൻ എപ്പോഴൊക്കെ എല്ലാ കാലത്തും പാകിസ്ഥാനിൽ എന്തെങ്കിലും തരത്തിലുള്ള ദാരിദ്ര്യം ഉണ്ടെങ്കിൽ പോലും അവിടുത്തെ സൈന്യത്തിൻ്റെ ഉന്നത അധികാരികൾ ഒരിക്കലും പട്ടിണി കിടക്കേണ്ട ഒരു സാഹചര്യം പാകിസ്ഥാനിലില്ല. അപ്പോൾ ഇത്തരം നിലപാടുകളുമായിട്ട് അവരതുകൊണ്ട് പോകുന്നതിൻ്റെയും കാര്യം ഇതാണ്. കാരണം ഒരു നല്ല ഭരണാധികാരി പാകിസ്ഥാനിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ സൈന്യത്തിന് എല്ലാ കാലത്തും പുറത്തിരിക്കേണ്ടി വരും. സൈന്യത്തിന് ഇപ്പോൾ കിട്ടുന്ന വിശേഷാധികാരങ്ങളൊന്നും ലഭ്യമാകില്ല. ഭീകരവാദികൾക്ക് വേണ്ടത്ര പിന്തുണ കിട്ടില്ല. മതം എന്ന മതവെറി കൊണ്ട് കിടക്കുന്ന ഒരുപാട് മതമേലധ്യക്ഷന്മാർക്ക് വേണ്ടത്ര രീതിയിൽ മുന്നോട്ട് പോകാൻ പാകിസ്ഥാനിൽ കഴിയില്ല. അപ്പോൾ ഇതിനെയൊക്കെയും ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഡമ്മി ഭരണാധികാരി മാത്രമാണ് വേണ്ടത്. അപ്പോൾ ഡമ്മി ഭരണാധികാരി അല്ലാത്ത ആരെങ്കിലും തരത്തിൽ അവിടെ ഉണ്ടായി വരികയാണെങ്കിൽ അവർക്കെതിരെ കൃത്യവും കർശനവുമായ നിലപാടാണ് സൈന്യത്തിൻ്റെ ഭാഗത്തുണ്ടാകുന്നത്. അപ്പം അത്തരത്തിലൊരു നിലപാടിൻ്റെ ഒരു തുടർച്ചയാണ് ഇപ്പോൾ ഇമ്രാൻഖാനെതിരെയും നടക്കുന്നത്. അതോടൊപ്പം തന്നെ ചേർത്ത് വയ്ക്കേണ്ട മറ്റൊരു വസ്തുത എന്നാൽ അസ്സി മുനീർ
അസിമുനീർ സേനകളുടെ എല്ലാത്തിൻ്റെയും തലപ്പത്തേക്ക് വരികയാണ്. ഇനിയിപ്പോൾ അണ്വായുധം, പാകിസ്ഥാന് തരത്തിലുള്ള അണ്വായുധങ്ങൾ തന്നെ പാകിസ്ഥാനിൽ ഉണ്ടായിരിക്കേണ്ടത് ലോകത്തിൻ്റെ ജനാധിപത്യ രാജ്യങ്ങൾ, ലോക ജനാധിപത്യത്തിന് വലിയ ഭീഷണിയാണ്. കാരണം അസിമുനീർ ഏത് തരത്തിലുള്ള നീക്കവും, ഇത് വേണമെങ്കിൽ ഭീകരവാദികൾക്ക് എത്തിച്ചു കൊടുക്കാൻ തക്കതിലുള്ള നീക്കം ചിലപ്പോൾ അസിമുനീറിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. അത്തരത്തിൽ വലിയ ക്രൂരമായ നിലപാടുകൾ സ്വീകരിക്കാൻ യാതൊരു മടിയില്ലാത്ത ഒരു സൈനികനാണ്, ഒരു സൈനിക മേധാവിയാണ് അസിമുനീർ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു നീക്കങ്ങളുമായിട്ടാണ് ഇപ്പോൾ പാകിസ്ഥാൻ മുന്നോട്ട് പോകുന്നത്. എന്ത് തന്നെയായാലും പാകിസ്ഥാനിൽ അടുത്തിടെ തന്നെ ഇമ്രാൻഖാൻ കൊല്ലപ്പെട്ടു എന്ന വാർത്ത ലോകം കേൾക്കേണ്ടി വരും എന്ന ഒരു രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.